മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നത്. അത് സെൽഫ് അടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാതെ വരികയും ചില സമയങ്ങളിൽ ബെൻഡെക്സ് പിടിക്കാതെ അങ്ങനെ പോകുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡെക്സിൻ്റെയാണ് കംപ്ലയിൻറ്റ്. ഈ വന്ന യൂണിറ്റാണ് അതിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. ഇത് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഇത് ആ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റാനായിട്ട് നമ്മൾ അഴിക്കുന്ന സമയത്ത് ക്ലച്ചിനകത്ത് നമുക്ക് അതിൻ്റെ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ നൂല് ഇതൊക്കെ പൊട്ടിയിട്ട് നൂലൊക്കെ പുറത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കൈയോടെ മാറ്റി വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 24 മണിക്കൂർ കറക്റ്റ് ഓടില്ല വണ്ടി. ആ ഒരു കണ്ടീഷനിലെ വണ്ടി നിൽക്കണം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പൊട്ടി വഴിപ്പെട്ടു. ബെൻഡെക്സ് നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് ബെൽറ്റ് പൊട്ടിയതെന്ന് ഒരു കാരണവശാലും പറയരുത്. കാരണം എന്ന് വെച്ചാൽ ബെൻഡെക്സും ബെൽറ്റുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇപ്പോൾ എന്താ കേസെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബെൻഡെക്സ് നമ്മൾ ഈ കവർ അഴിച്ചാന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് കൃത്യമായിട്ട് നമ്മൾ കൺഫേം ചെയ്ത് പറയണത്. ഈ ബെൻഡെക്സ് യൂണിറ്റ് ഇരിക്കുന്നത് ഈ ഭാഗത്താണ്, ബെൽറ്റ് വന്നത് ഈ സൈഡിലാണ്. ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വഴിയിൽ പെട്ടു പോവും. ഇങ്ങനെ വന്ന കേസ് കൈയോടെ അഴിച്ച് മാറ്റിയേക്കാം. അതല്ലാതെ കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അന്ന് പൈസ മുടക്കി അന്ന് ചെയ്തതാണ്, വീണ്ടും കംപ്ലയിൻ്റ് ആയി വഴി പൊട്ടിയെന്ന്. അപ്പോൾ അന്ന് കണ്ടെങ്കിൽ മാറ്റാൻ പാടില്ല. ഇതൊക്കെ സാധാരണ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഡയലോഗാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ കാണുമ്പോൾ മെക്കാനിക്കലുടെ തലയിലേക്ക് ഇടാതെ കാണുന്ന സാധനങ്ങൾ മാറ്റാനുള്ളൊരു പെർമിഷൻ കൊടുത്താൽ ക്ലിയറായിട്ട് വണ്ടി ചെയ്ത് കിട്ടാം. ആ രീതിയിൽ നമ്മളിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.